നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതുക്കിയ ഫോർമാറ്റിലുള്ള ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ 6 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരു ടീം പുറത്തായി എന്ന് ഉറപ്പാക്കിയിരിക്കുന്നു. 6 റൗണ്ട് മത്സരങ്ങൾ ഇന്നലെയും മിനിയാന്നുമായിട്ട് നടന്നപ്പോൾ റിസൾട്ടുകളൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ഡൈനാമോ സഗ്രബ് വേഴ്സസ് സെൽറ്റിക് മത്സരം ഗോൾ രഹിതമായപ്പോൾ ജിറോണയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചുകൊണ്ട് ലിവർപൂൾ അവരുടെ 1ാം സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു. അത് അൺബീറ്റൺ റണ്ണാണ് അവർ നടത്തുന്നതെന്ന് മാത്രമല്ല, പെർഫെക്റ്റ് സ്റ്റാർട്ട്, 6-6 വിജയിച്ചിരിക്കുകയാണ്. ബ്രസ്റ്റ് PSG ഐന്തോവനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചുകൊണ്ട് അവരുടെ മുന്നേറ്റം തുടരുമ്പോൾ ഷാക്തർ ഡൊണസ്കിനെ ഗോൾ വർഷത്തിൽ മുക്കുന്ന ബയൺ മ്യൂണിക്കിനെ കണ്ടു. 5-1 വിജയമാണ് ബയൺ നേടിയതെങ്കിൽ ക്ലബ് ബ്രൂഗെ സ്പോർട്ടിങ്ങിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. റൂബൻ അമോറിം പോയതിനു ശേഷമുള്ള സ്പോർട്ടിങ്ങിൻ്റെ അവസ്ഥ കഷ്ടമാണ്. RB സാൽസ്ബർഗിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് PSG തങ്ങളുടെ പ്രതീക്ഷകൾ നിലനിർത്തിയപ്പോൾ RB ലൈപ്സിഗിന് ആസ്റ്റൺ വില്ല 3-2 പൊട്ടിച്ചിരിക്കുകയാണ്. പൊട്ടലാണ് ലീപ്സിഗിന്. ലെവർക്യൂസൻ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇന്റർ മിലാനെ തോൽപ്പിച്ചപ്പോൾ ഇന്റർ ഈ സീസണിൽ ആദ്യമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഗോൾ വഴങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ആദ്യത്തെ തോൽവി. അറ്റലാന്റ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം തീ പറക്കുന്ന പോരാട്ടത്തിനൊടുവിൽ 3-2 റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിക്കൊണ്ട് പ്രതീക്ഷകൾ ജ്വലിപ്പിച്ചപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്ലോവൻ ബ്രാറ്റിസ്ലാവയ്ക്ക് മേൽ ഗോൾ വർഷം നടത്തി 3-1 വിജയം സ്വന്തമാക്കുന്നു. അല്ലെങ്കിലും ഇപ്പോൾ അവർ 3-4 ഗോളടിക്കുക എന്നുള്ളത് സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട്. ലില്ലി OSC സ്റ്റാം ഗ്ലാസിനെ 3-2 തോൽപ്പിച്ചപ്പോൾ ബെൻഫിക്ക ബൊലോഞ്ഞയോട് ഗോൾ രഹിത സമനിലയിൽ പിരിയുകയായിരുന്നു. AC മിലാൻ റെഡ് സ്റ്റാർ ബെൽഗ്രാഡിനെ 2-1 തോൽപ്പിച്ചപ്പോൾ ബൊറൂസിയ ഡോട്ട്മുണ്ട് വേഴ്സസ് FC ബാഴ്സലോണ ഒരു സൂപ്പർ പോരാട്ടം, പ്രത്യേകിച്ച് 2ാം പകുതിയിൽ. ഏതായാലും 3-2 വിജയം ബാഴ്സലോണ സ്വന്തമാക്കി. ഫെയനൂർദ് സ്പാർട്ട പ്രഹ മത്സരം 4-2 ഫെയനൂർദ് വിജയിച്ചപ്പോൾ യുവൻഡസ് മാഞ്ചസ്റ്റർ സിറ്റിയെ വീണ്ടും കൊട്ടി. 2-0 സിറ്റി തോറ്റു. VfB സ്റ്റുട്ട്ഗർട്ട് വേഴ്സസ് യങ് ബോയ്സ് മത്സരം 5-1 VfB സ്റ്റുട്ട്ഗർട്ട് വിജയിച്ചപ്പോൾ ആഴ്സണൽ വിജയപഥത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മൊണാക്കോയെ തോൽപ്പിച്ചു. ഇതാണ് ഈ ഒരു മാച്ച് വീക്കിൽ, മിഡ് വീക്കിൽ നടന്നിട്ടുള്ള UCL മത്സരങ്ങളുടെ ഫലം. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഇതിലൊരു ക്ലബ്ബ് പുറത്തായി എന്ന് പറഞ്ഞല്ലോ, അത് ഏത് ക്ലബ്ബാണ്? 6-6 തോറ്റ ഒരേ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബ് 6-6 തോറ്റത് മറ്റ് ടീമുകളും ഉണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ ഒരു തകർച്ചയിലേക്ക് പോയി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നത് ഉറപ്പാക്കിയ ഒരു ടീമുണ്ട്. ആ ടീമാണ് RB ലീപ്സിഗ്. പിന്നെ സ്ലോവൻ ബ്രാറ്റിസ്ലാവക്കും യങ് ബോയ്സിനും ഇതുപോലെ മോശം അവസ്ഥ തന്നെയാണ്. അവരും ഏതാണ്ട് പുറത്തായി എന്ന് തന്നെ പറയണം. ചുരുക്കത്തിൽ ഈ ഭാഗത്തുള്ള ടീമുകൾ ലീപ്സിഗും സ്ലോവൻ ബ്രാറ്റിസ്ലാവയും യങ് ബോയ്സും തോറ്റിട്ടുണ്ട്. 6-6 തോറ്റിട്ടുണ്ട്. പക്ഷേ ഈ തോൽവിയിൽ RB ലീപ്സിഗിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഏറ്റുമുട്ടിയതൊക്കെ വമ്പൻ ടീമുകളോടായിരുന്നു. 6 കളി, 1-0 മാച്ചസ് ഔട്ട് ഓഫ് 6, ബട്ട് ഹാഡ് സം ഓഫ് ദി ടഫസ്റ്റ് മാച്ചസ് ഇൻ ദിസ് ചാമ്പ്യൻഷിപ്പ് എന്ന കാര്യം കൂടി നോക്കണം. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ്, യുവൻഡസ്, ലിവർപൂള്, സെൽറ്റിക്, ഇന്റർ മിലാൻ, ആസ്റ്റൺ വില്ല, ഇങ്ങനെ വമ്പന്മാരോടാണ് ഏറ്റുമുട്ടിയത്. അപ്പോൾ ഇന്നലത്തെ കളിയിൽ ആസ്റ്റൺ വില്ലയോട് പൊട്ടിയതോടുകൂടി UCL നിന്ന് ആദ്യം പുറത്താകുന്ന, ഈ പുതുക്കിയ ഫോർമാറ്റിലുള്ള UCL നിന്ന് ആദ്യം പുറത്താകുന്ന ടീമായിട്ട് അവർ മാറിയിട്ടുണ്ട്. പക്ഷേ പിന്നാലെ സ്ലോവൻ ബ്രാറ്റിസ്ലാവയും യങ് ബോയ്സും അതേ വഴി തന്നെ തിരഞ്ഞെടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ 6 കളികൾ കഴിയുമ്പോഴുള്ള അവസ്ഥ? FC ബാഴ്സലോണയും ലിവർപൂളുമൊക്കെ സേഫാണ്. ലിവർപൂൾ 6-6 ജയിച്ചു നിൽക്കുന്നു 1ാം സ്ഥാനത്ത്. ബാഴ്സ 6-5 ജയിച്ച് 15 പോയിൻറ്റുമായിട്ട് 2ാമത്. എന്നാൽ ചില വമ്പന്മാരുടെ മുട്ടിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി 22ാം സ്ഥാനത്ത്, PSG 25ാം സ്ഥാനത്ത്. എലിമിനേഷൻ സോണിലാണ് PSG ഉള്ളത് എന്നർത്ഥം. അതേസമയം റയൽ മാഡ്രിഡ് കഴിഞ്ഞ തവണത്തേക്കാൾ ഈ ഒരു മത്സരങ്ങൾ കഴിയുമ്പോൾ തങ്ങളുടെ നില മെച്ചപ്പെടുത്തി. 24 ഉണ്ടായിരുന്ന റയൽ 20ലേക്ക് എത്തിയിട്ടുണ്ട്. 6 കളികളിൽ നിന്ന് 3 വിജയം, 3 തോൽവി, 9 പോയിൻ്റാണ് അവർക്ക്. സെൽറ്റിക്കിനും 9 പോയിൻ്റാണ്. സിറ്റിക്ക് 8, PSVക്ക് 8, ഡൈനാമോ സഗ്രബിന് 8. PSG ആവട്ടെ 7 പോയിൻറ്റുമായിട്ട് 25ാം സ്ഥാനത്ത്. അതേസമയം AC മിലാൻ കഴിഞ്ഞ മത്സരത്തിലെ വിജയം അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. 6 കളികളിൽ നിന്ന് 4 വിജയമായിട്ടുണ്ട്. 12 പോയിൻറ്റോടെ അവർ നിൽക്കുന്നു 12ാം സ്ഥാനത്ത്. അറ്റ്ലാന്റ അവരിപ്പോൾ 6 കളികളിൽ നിന്ന് 11 പോയിൻറ്റോടെ 13ാം സ്ഥാനത്താണെങ്കിൽ യുവൻഡസ് കഴിഞ്ഞ കളിയിലെ വിജയം 6 കളികളിൽ നിന്ന് 11 പോയിൻറ്റോടെ 14ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ബൊറൂസിയ ഡോട്ട്മുണ്ടാണ് എടുത്തു പറയേണ്ട ഒരു ടീം. അവർ ബാഴ്സലോണക്കൊപ്പത്തിനൊപ്പമാണ് പിടിച്ചതെങ്കിൽ ബാഴ്സയോട് തോറ്റതോടുകൂടി അവർ 9ാം സ്ഥാനത്തും ബാഴ്സ 2ാം സ്ഥാനത്തുമായിട്ടുണ്ട്. എന്തായാലും ടോപ്പ് 8ലുള്ള ടീമുകൾ നേരിട്ട് ക്വാളിഫൈ ചെയ്യുകയും 9ാം സ്ഥാനം മുതൽ 24ാം സ്ഥാനം വരെയുള്ള ടീമുകൾ പിന്നീട് പ്ലേ ഓഫ് കളിച്ച്
ക്വാളിഫൈ ചെയ്യുകയുമായിരിക്കും റൗണ്ട് ഓഫ് 16 അപ്പോൾ ടോപ്പ് 8 ആരൊക്കെയാണെന്ന് നോക്കാം. 2 റൗണ്ട് മത്സരങ്ങളെ ബാക്കിയുള്ളൂ. 6 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഒന്നാമത് ലിവർപൂള്, 2 ബാഴ്സലോണ, 3 ആഴ്സണൽ, 4 ലെവർക്യൂസൻ, 5 ആസ്റ്റൺ വില്ല, 6 ഇന്റർ മിലാൻ, 7 ബ്രസ്റ്റ്, 8 ലിലി OSC. ഇതിനൊക്കെ ഇനി അടുത്ത 2 റൗണ്ട് മത്സരങ്ങളിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.